തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നവരെ CPM കൂടെ പ്രഖ്യാപിച്ചതോടെ തലസ്ഥാന നഗരിയിൽ ചിത്രം തെളിഞ്ഞു. മുൻ MLA ശബരിനാഥിനെ കോൺഗ്രസ് മത്സരിപ്പിക്കുന്ന കവടിയാറിൽ സുനിൽകുമാറാണ് CPMന് വേണ്ടി കളത്തിലിറങ്ങുന്നത്. മുൻ DGP R ശ്രീലേഖയെ BJP മത്സരിപ്പിക്കുന്ന ശാസ്തമംഗലത്ത് R അമൃതയെയാണ് ഇടതുപക്ഷം മത്സരിപ്പിക്കുന്നത്. പ്രമുഖർക്കെതിരെ നാട്ടുകാരെ മത്സരിപ്പിക്കുക എന്ന തന്ത്രമാണ് CPM പയറ്റുന്നത്. സുനിൽകുമാറും അമൃതയും സ്വന്തം വാർഡിലാണ് മത്സരിക്കുന്നത്. 4 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, 3 ഏരിയ സെക്രട്ടറിമാർ എന്നിവരും CPM പട്ടികയിലുണ്ട്. ജഗതിയിൽ നടൻ പൂജപ്പുര രാധാകൃഷ്ണനും മത്സരരംഗത്തുണ്ട്. പേട്ടയിൽ SP ദീപക്, വഞ്ചിയൂരിൽ വഞ്ചിയൂർ ബാബു എന്നിവരും മത്സരരംഗത്തുള്ള പ്രമുഖരാണ്. 93 സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി സീറ്റിൽ വൈകാതെ തന്നെ പ്രഖ്യാപനമുണ്ടാകും. CPM 70 സീറ്റിലും CPI 17 സീറ്റിലും മത്സരിക്കും. കോർപ്പറേഷനിൽ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ആയിരുന്നു. പിന്നാലെ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഇടതുപക്ഷവും കളത്തിലിറങ്ങി. BJP സ്ഥാനാർത്ഥിയായ R ശ്രീലേഖയ്ക്കെതിരെ മത്സരിക്കുന്ന അമൃത IT പ്രൊഫഷണലാണ്. ശാസ്തമംഗലം സ്വദേശിയായ തനിക്ക് വിജയപ്രതീക്ഷയുണ്ട് എന്ന് അമൃത പറയുന്നുമുണ്ട്. 30 വയസ്സിൽ താഴെയുള്ള 13 പേരും 40 വയസ്സിൽ താഴെയുള്ള 12 പേരുമാണ് LDF സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. അൽത്തറയിൽ മത്സരിക്കുന്ന മാഗ്നയാണ് പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. ഇവർ 23-കാരിയാണ്. ഗണേഷ് കുമാർ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് B അനുവദിച്ച ജഗതി വാർഡിലാണ് പൂജപ്പുര രാധാകൃഷ്ണൻ മത്സരിക്കുന്നത്. ഇദ്ദേഹം കേരള കോൺഗ്രസ് Bയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ്. ഗണേഷ് കുമാർ സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മത്സരിക്കുന്നത് എന്ന് രാധാകൃഷ്ണൻ പറയുകയും ചെയ്തു. പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകുന്നു എന്ന് രാധാകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു. ഇത്രയും കാലം കലാകാരന്മാർ അല്ലാത്തവരെ വിജയിപ്പിച്ചില്ലേ? ഗണേഷ് കുമാറിനൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ് താനെന്നും ജനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താൻ ജനങ്ങളോടൊപ്പം നിൽക്കുമെന്നും കേരള കോൺഗ്രസ് Bക്ക് ആദ്യമായിട്ടാണ് സീറ്റ് കിട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നേതൃത്വം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് മത്സരിക്കുന്നതെന്നും രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തിരുന്നു.